ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ 3-4 ദിവസമായിട്ട് വ്ളോഗൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ 8-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് പരിപാടിക്കും കാര്യങ്ങളായിട്ട്. 8, 9, 10, 11 ഓരോ തിരക്കുകളിൽ പെട്ടു. അപ്പം നമുക്ക് തളിപ്പറമ്പ് പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് തളിപ്പറമ്പുകാരെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എനിക്കിൻ്റെ ഹൃദയം കവർന്ന ആൾക്കാരാണ്. ആസ് ഐ ഓൾവേസ് ഐ ലവ് കണ്ണൂർ. അപ്പോൾ കണ്ണൂരിൻ്റെ സ്നേഹം 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളിലും. ഇൻഷാ അല്ലാഹ് പഠിച്ചോ എനിക്കത് നിലനിർത്തി തരട്ടെ. എനിക്കിഷ്ടമുള്ള നാടാണ്, എനിക്കിഷ്ടമുള്ള നാട്ടുകാരാണ്. സോ കിടിലൻ പരിപാടിയാണ്. അതിൻ്റെ വീഡിയോസ് വരാണ്ട്, വ്ളോഗ്സും കാര്യങ്ങളും വരാണ്ട്, കുറച്ച് സ്റ്റോറീസൊക്കെ നമ്മൾ ഇട്ടു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താ വെച്ചാൽ ആഫിക്ക് ഒരു കിടിലൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഈച്ചു വണ്ടി കണ്ണൂർ കൊണ്ടുപോയി 2 ദിവസം മുന്നേ അങ്ങനെയാണ് വണ്ടി കോലായത് കേട്ടോ. അപ്പോൾ അഫിൻ്റെ ഇന്നത്തെ സർപ്രൈസിൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ഒരു കോമഡി പ്ലാനാണ്, പക്ഷേങ്കിൽ ഒരു കിടിലൻ പ്ലാനുമാണ്. സോ ഈച്ചു കം ഹിയർ. അതെന്താ ഈച്ചു ഫ്രെയിം സെറ്റ് ചെയ്യാം കേട്ടോ. ഈച്ചു എന്തിനാ ഫ്രെയിം സെറ്റ് ചെയ്യണം ഇപ്പോൾ കാണിച്ചു കൊടുക്കല്ലേ. ഇങ്ങോട്ട് കൊണ്ടേ ഈച്ചുവാ. അംസുകാക്ക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്താ പറയുക. വീട്ടിൽ നിന്ന് പോയി എന്താ പറഞ്ഞു? ഞാനിതാ ഇവിടെ പറഞ്ഞു നിർത്തിയേ പറയും. സ്കൂൾ വിട്ടാ സ്കൂൾ വിട്ടോ. അപ്പോൾ നമ്മൾ ഒളിച്ചും പാത്തും പല സീൻ ഫ്രെയിമുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പരിപാടി ആയാലും പറയും. ഇന്നിപ്പോൾ പൊതിയും കേട്ടോ. സ്കൂൾ വിട്ടാനോ? ഓടി രക്ഷപ്പെട്ടല്ലോ. സ്കൂൾ വെക്കല്ലേ. അപ്പം നമ്മളിന്ന് അഫിനെ രാവിലെ സ്കൂൾക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്തിൻ്റെ ക്ലാസ് ഞാൻ പോയത്? ലേണിങ്ങിൻ്റെ ക്ലാസ്. അപ്പോൾ ഇന്നിവിടെ നമ്മളെ നാട്ടിൽ ആദ്യമായിട്ട്, നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാട്ടിൽ കുറച്ച് ഒരു വൻകിട വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വൻകിട വണ്ടി നമ്മളെ സുഹൃത്തുക്കളുടെ തന്നെയാണ്. അപ്പോൾ നൗഫൽക്ക എനിക്ക് അറിയുന്ന ഒരാളാണ്. മൂപ്പര് കുറേ ആയിട്ട് ഇങ്ങനെ പറയണ്ടേ നമുക്ക് വീട്ടിൽ വരണം, ഇൻഷാ അല്ലാഹ് ഒരു ദിവസത്തിൽ പാസ് ചെയ്യുമ്പോൾ വരാം. അപ്പോൾ മൂപ്പര് ഇന്ന് എല്ലാവരും വയനാട് പോകണമെങ്കിൽ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അഫി സ്കൂൾ ടു വരുന്നുണ്ടാവും. അപ്പോൾ അഫിനൊന്ന് ഞെട്ടിക്കാം. നമ്മൾ മുമ്പൊരു വാക്ക് കൊടുത്തതാണ്, എങ്ങനെ വരും, കാറിൽ വരും എന്നുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത് ചെറിയ കുട്ടികളെ അമ്പരപ്പിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ്. ആരും ഇതൊരു അങ്ങോട്ട് ഷോ കാണിച്ചു ഇതൊന്നും പറയരുത്. കാരണം അതിന് ഞാൻ അങ്ങനെ സ്പോർട്സ് വണ്ടിയുമ്പോൾ ഷോ കാട്ടുന്ന ആളല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് ഈ വണ്ടി എടുക്കൂല. വേറെ ഏതെങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു സ്പോർട്സ് വണ്ടി എടുത്താണ്ട് ട്രാൻ എന്നാണ് ഞാൻ നടക്കൂലേ. അപ്പം പക്ഷെങ്കിൽ അഫി ഇതിലൊക്കെ ഭയങ്കര ത്രില്ലുള്ള ആളാണ്. അഫി ആണെങ്കിലും ഈച്ചു ആണെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണതാണ്. സ്പോർട്സ് വണ്ടികൾ കണ്ടാലും ഇപ്പോൾ GTR ഒക്കെ കണ്ടാലും ഇങ്ങോട്ട് കണ്ണിങ്ങോട്ട് ചാടും, എന്നിട്ട് തള്ളി കൊടുക്കണം ബാക്കിലേക്ക്. ഈ GTR മസ്റ്റങ്ങ് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് മികച്ച വണ്ടികൾ ഇവിടെ ഉണ്ട്, നമുക്ക് കാണാം. കാണിച്ചു കൊടുക്കുക ജീവിതം, ഓരോന്നോരോന്നായി കാണിച്ചു കൊടുക്കൂ. ഇതാ നമുക്കിവിടെ ഒരു BM ഉണ്ട്, ഒരു GTR ഉണ്ട്, വീണ്ടും ഒരു BM, വീണ്ടും ഒരു BM. അവിടെ മറവിലൊരു സർപ്പുണ്ട് കേട്ടാ. പുറപ്പെടുന്നേ കോവിൻ പടികച്ചെന്നേ. അപ്പം ഇന്ന് നമ്മൾ അഫിൻ്റെ സ്കൂൾ വിടാൻ നേരത്തെ അഫിനെ കൂട്ടാൻ പോകാൻ കേട്ടോ. ഇത് നമ്മളെ ചെക്കനാണ്, കണ്ണൂരിൽ നിന്ന് വന്നാണ്. പേര് തമീം കണ്ണൂർ സ്വദേശിയാണ്. ഈച്ചു കണ്ണൂർ എക്സാമുള്ള ടൈമിൽ തമീമിൻ്റെ വീട്ടിലാണ് നിന്നീനതും. തമീമ ഈച്ചുവിനെ നോക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ തമീമിനോട് പറഞ്ഞു കം ടു അവർ ഹോം ഓൾസോ പ്ലീസ് കം. അങ്ങനെ തമീമ നമ്മളെ വീട്ടിൽ വന്നു. ഒരാളെ നമ്മൾ വേറൊരു വീട്ടിൽ 2 ദിവസം പോയി, നമ്മളെ വീട്ടിൽ പോലെ 20 ദിവസമെങ്കിലും നിൽക്കണം. റെഡി അല്ലേ? ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് എവിടുന്നാ വരുന്നേ? വീട്ടിൽ നിന്ന്. ഏതാ കോസ്റ്റ്യൂം എങ്ങട്ടാ പോണേ? അഫിക്ക് വേണ്ടി നിരത്തി. അഫി സ്കൂളിലാ. സ്കൂളിൽ ഇട്ടാണ്ട് മറ്റേ പച്ചക്കുതിരമ്മ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. പോകണേ ഇതെന്താ കുറെ വണ്ടികൾ ഇറങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പൊ വണ്ടികൾ കാണിച്ചു കൊടുക്കാം. വാ ഈച്ചു വാ. അജയതെ അത് കാണിച്ചു കൊടുത്തോ. അത് ഹലോ അശോനെ, എവിടുന്നാണ് നിന്റെ കുട്ടി വരുന്നത്? വീട്ടിൽ നിന്ന് പോരാ. എന്താണ് പേര്? അസ്ലിൻ. സ്കൂൾ വിട്ടിട്ട് പോവാ? ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് എൻ്റെ കുട്ടി? UK. നമുക്ക് എല്ലാവർക്കും യൂട്യൂബിൽ എല്ലാവർക്കും ഹായ് കൊടുത്താണ് എൻ്റെ കുട്ടി. ഹായ് കൊടുത്തേ. ടാറ്റാ. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹായ് പറഞ്ഞോളി. ഓ എന്നാ കാണട്ടോ.
ചാല പഠിത്തമൊക്കെ കഴിഞ്ഞോ? ബാങ്ക് കൊടുക്കണം. ഇതാ ആ സ്കൂൾ ബസ്സൊക്കെ നോക്ക്. സ്കൂൾ ബസ് നോക്ക്. LKG കുട്ടികളെ വായൊക്കെ നിന്നുള്ള ചീത്തപ്പേരും കൊണ്ട് ഇനി വരാനാണ് ടീച്ചോ. വേഗം പോകണം ഇവിടുന്ന്. അപ്പം ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് വ്ളോഗ് കാണാം. ഓക്കെ. അല്ല പാൻറ് കളികളൊന്നും വിഷയമല്ല, കുട്ടികളല്ലേ. സ്കൂൾ ഇട്ടൊക്കെയുണ്ടോ? ഇതേത് സ്കൂളാ? പറമ്പ സ്കൂളോ? പള്ളി സ്കൂളോ? പൂവാലുണ്ടാക്കിയ കിട്ടാനുള്ളൂ. അതും ആയിരുന്നു. ഇപ്പൊ കേസ് ഔട്ടത് ലോഡ് ബ്ലോക്കിക്ക് കേസ് ഔട്ടാ. ഞാൻ ഇല്ലട്ടോ ഇങ്ങനത്തെ കേസിലൊന്നും. ഹായ് മേ. ഓ ഏതാ ഫ്രെയിം? അജോത് ബസ്സിനുള്ളിൽ കൂടെ ഉള്ള കൊണ്ട് എടുത്തു. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി വ്ളോഗ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട AJV അവർകളാണ് കേട്ടോ. കുട്ടികളെ സ്കൂൾ വിട്ടിട്ട് നിർത്തുന്നുണ്ട്. ഹായ്. ഇനി ഓടുന്ന ബുദ്ധിയല്ല, കാരണം തരോ ഓൾക്ക് നമ്മളെക്കാട്ടിൽ എനർജി ഉണ്ടാവും. പിന്നാലോടും. സുഖം സുഖം. ഇങ്ങോട്ട് പോരി. ചോദിക്കട്ടെ. ഹായ്. എന്താണ് ഒച്ച ഉണ്ടാക്കലിട്ടാ? എനിക്ക് ചീത്തട്ട് പോലീസ് പിടിച്ചു. എന്താ? ഓക്കെ. ഒരു പേപ്പർ ഉണ്ടോ? ഹലോ. എന്താ വർത്താനം? ഓ സ്കൂളിലാവട്ടാ. തല്ലൂടല്ലേ അവിടെ ഇടട്ടെ. എന്റെ കുട്ടികളൊന്ന് കാത്തിക്ക് നട്ടര് കേട്ടോ. ഇതെന്താ മാത്സിന്റെ ബുക്കോ? ഒച്ചുണ്ടാക്കല്ലേ എവിടെയാണ്? ഓ ഇതാണ്. ഒച്ചുണ്ടാക്കലി തന്നില്ല. മുണ്ടല്ലി ശ്വാസം മുട്ടുണ്ട്. വാരി. ഒന്ന് 2 3 4 5 ഇതെന്താ പേപ്പർ എടുക്ക്. ഇത്ര മക്കളെ
ഇത്രയാണ് ഇതാണ് 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 ആ മുത്തേ ഇടാണ് 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 തരും 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 എന്റെ കുട്ടിയൊക്കെ തരും കേട്ടോ വെൽക്കം ഫോട്ടോ ഫോട്ടോ ഞങ്ങായി ഇപ്പൊ അടുത്തോ എടുത്തോളൂ ഈച്ചോടാ ഈച്ച കാജില്ല മുന്നില ആ ഇത് ചെവി പൊട്ടണേ മുണ്ടാക്കി ആ ചിറാപ്പുഞ്ചിയാണ് ഞാൻ ഇതാണ് 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 മിണ്ടാന്ന പാട്ട് എടുത്തരും മിണ്ടാന്ന മിണ്ടാന്ന വരി വരി മുണ്ടാന്ന പാട്ട് പാടിത്തരും പാട്ട് പാട്ട് കൈതാത്തി പാട്ട് പാടത്തെ പാട്ട് പാട്ട് പാടത്തെ നിങ്ങൾ മുണ്ടാക്കും എടാ ഈച്ചനോടാ ബില്ല് കൊടുക്കാൻ പറയും ഈച്ചനോട് ബില്ല് കൊടുക്കാൻ പറയും ഓലെ അനാശക്കാക്കോണേ ഓലെ ഓലെ ഓടി രക്ഷപ്പെട്ടു ആമത്തെ 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 ഞാൻ തരും ഇടട്ടെ പറയട്ടെ മുണ്ട എന്നാ പാട്ട് പാടി തരൂ മുണ്ട പാട്ട് പാടിച്ച് പറയാ മതിയാ പോകേണ്ട ദൂരൊരാളും കുട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും ഇങ്ങോട്ട് വരെ ഇവിടെ നിങ്ങളുടെ അടുത്തൊക്കെ കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിറാപ്പുഞ്ചി മഴയത്തെ നിലാവഞ്ചി തുറന്നത്തെ ചിറാപ്പുഞ്ചി മഴയത്തെ നിലാവഞ്ചി തുറന്നത്തെ ചിറാപ്പുഞ്ചി മഴയത്തെ നിലാവഞ്ചി തുറന്നത്തെ ചിറാപ്പുഞ്ചി മഴയത്തെ നിലാവഞ്ചി തുറന്നത്തെ കൈഡി 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 കിട്ടുന്നു പേന കണ്ടു കിട്ടും നോക്കി മക്കളാ പേപ്പർ 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 ശരി താങ്ക്സ് കേട്ടോ എന്റെ കുട്ടികളാണ് കേട്ടോ താങ്ക് യു കേട്ടോ
വാർത്തയിൽ വരൂല, വ്ളോഗിൽ വരും. ടാറ്റ എടുത്താണ് ടാറ്റ. ശരി കേട്ടോ. ആമത്തോ ഗീറ്റാർ പൊട്ടിച്ചേ അതൊക്കെ കൊടുത്തിട്ടുള്ളൂ പഠിച്ചോനെ. അതിൻ്റെ അല്ല എടാ സ്കൂൾ ബസ് സ്കൂളില്ലേ വിളിച്ചോ കൊണ്ടേക്കോ. ആ ബസ് 1-ാം നമ്പർ ബസ് പോയിക്കോളി. എന്നാ ഓക്കെ. ബാക്കടിടാ ബാക്കടിടാ എടുക്കടാ വേർക്കടാ. ഓക്കെ ഈച്ചെടുത്ത് ഈച്ചു ഈച്ചു ആയിതറോ എന്റെ ഒപ്പിയാ മറന്ന് എങ്ങനെയാണ്. എന്താണോ സുഖം. ഞാൻ വെറുതെ അല്ല ഒന്നുമില്ല, വെറുതെ വന്നാ പിന്നെ സ്കൂളിൽ കൊണ്ടുവരാൻ വന്നാ. ആ ഇതാ എടാ ബസ് ബസ് ബസ്. ആ വണ്ടി പൊട്ടിച്ച ഞാനല്ലടാ അതിന്റെ ആള്. അതിന്റെ വണ്ടിയല്ല അതിന്റെ വണ്ടിയല്ല. രാത്രി പരിപാടിയൊന്നുമില്ല. എടാ കുടുംബക്കാരാ ഇപ്പം കുടുംബം ഉണ്ടാ എത്ര വർത്താനോ സ്കൂൾ ഇട്ട് തരാ അല്ല ഗുഡ്ബിൽ സ്കൂൾ ആയാലും എന്തെങ്കിലും പോണ് വണ്ടി ഇടാനോ അല്ല അടച്ചവനെ ഇപ്പൊ രണ്ടും കിട്ടിയില്ലേ. ആരാണ് നൂറ്? നൂറ് വീട്ടിലാണോ? ഒരീസങ്ങളെ സ്കൂളിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. വരണ്ട് കേട്ടോ സ്റ്റീലിനെ കൊണ്ടുവരാൻ പോവാ. ടാറ്റ ബൈ 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 ബൈ. പേനെ കണ്ടു കുത്തല്ലേ സ്റ്റീലിനെ. ഇനി എല്ലാരും നല്ല ബസ്സൊക്കെ കയറി കാണി നിങ്ങളെ സ്കൂളത്തെ. ആ ഒന്നാ ഇതെന്താ എന്നോട് ചോദിച്ചേ? നിങ്ങളെ ഇഷ്ടത്തിന് പോയിക്കോളി. കൈമൻ തെറ്റി എന്ത് മെല്ലെ മെല്ലെ തിരക്കല്ലേ. ഇതൊക്കെ മയത്താ തോട്ടത്തിന് വെള്ളം പിടിച്ചപ്പോ മായിഞ്ഞ് പോകാനുള്ള ഓട്ടോഗ്രാഫാണ് ഇതൊക്കെ. മക്കളെ എടാ ചൊഗ്ഗിനെ വിരലും നരമ്പിന്റെ അടി കൂടെ എങ്ങനെയാണ് ഓട്ടോഗ്രാഫ് ഇടുക? ആ പേപ്പറൊക്കെ മഴയാണ് മഴയാണ് കുട്ടികളൊക്കെ കയറിക്കാണി അല്ലെങ്കിൽ നാളെ പനിയാവും. പിന്നെ അഫീഫിന്റെ വലിയ സ്കൂളിൽ പോകാനൊക്കെ വരും. അങ്ങനെ പരിപാടി അങ്ങനെ ആ മാളോ പറ. ഓക്കെ മാളു. ആ എന്തേ എന്തേ ഫോട്ടോ എന്നാ വാ പടച്ചോൻ അതിനൊന്ന് ആലോചിച്ച് പോണു റബ്ബേ. ഞാൻ അവിടെ അവിടെ എല്ലാരും അങ്ങോട്ട് പോയിക്കോളി. എല്ലാരും അങ്ങോട്ട് പോയിക്കോളി. വണ്ടി പൊട്ടിക്കാൻ പറഞ്ഞിട്ട് പൊട്ടിക്കാട്ടോ.
വലിയ ഇത് വിട്ട് അങ്ങോട്ട് പോവാ. ടൈം ബില്ല് കൊടുത്തില്ലേ? ബാ 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 ബാ. എല്ലാരും ഇനി പെരേ പോയിക്കോളി. അല്ല ഹായ് മുത്തേ. പടച്ചോനെ. വരി എന്റെ കുട്ടികളെ കാര്യക്ക് കയറിന്നാണി. ഞാൻ പോട്ടോ. ഓ ഇല്ലേടാ എങ്ങനെയാണ് എല്ലാരും കൂടി പഠിച്ചോനെ. ഓ കരയില്ലേ ഫോട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം. എല്ലാവരും എന്താണ് എന്നാ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പിരിയാ. വരി. മതി മതി മതി. ഇനി ഒച്ച ഉണ്ടാക്കല്ലേ വലിയ കുറച്ചാണ്. ഇങ്ങോട്ട് തന്നെ ഇനി അങ്ങോട്ട് കുറച്ചൊക്കെ അങ്ങോട്ട് പോയി കുറച്ചൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ ഓക്കെ ശരി ബൈ. ആ ബ്രോ എടുക്ക് ഇന്നിമാനെ എടുക്ക് ഇന്നിമാനെ എടുക്ക്. ഓക്കെ മുത്തേ. ഇനി ആദ്യം തന്നെ വാങ്ങിക്കളി കുറച്ച് ഓട്ടോഗ്രാഫ്. അതേപോലെ തന്നെ ഉണ്ട്. പെണ്ണ് ആ ടീച്ചറൊന്ന് പറഞ്ഞത് തന്നെ അത് കുടിക്കണേ. ബൈ ബൈ ബൈ. വലൈക്കുസ്സലാം. വാലേക്കുസ്സലാം വാലേക്കുസ്സലാം വാലേക്കുസ്സലാം. ഇനി എല്ലാവരും സ്കൂളിൽ പേരെ പോയിക്കോളി. പഠിച്ചാൽ എൻ്റെ കുട്ടികളൊക്കെ ഇമ്മാര് തരും. അസിൻ്റെ സ്കൂളിൽ പോവാ ടൈമായി. ഇക്ക ഇക്ക ആയിച്ചനെ പറയട്ടെ. അപ്പോൾ ഗൈസ് ആയിച്ചനെ. അപ്പോൾ ഗൈസ് ഇനി അഫിൻ്റെ സ്കൂളിലും കൂടി പോയിക്കൊല്ലടാ. സീലിലെ കൊണ്ടുവരാൻ പോവാ. നമ്മളിങ്ങനെ പോരാ. ഞാനും അജോട് വാ. ഈച്ചോ നിന്റെ വണ്ടി പൊട്ടൂലോ. അതിനുള്ള കെൽപ്പ് നിന്റെ വണ്ടിക്കില്ല. നിന്റെ വണ്ടി പൊട്ടി രണ്ടെണ്ണം. പാട്ട് നേരത്തെ പാടി ഞാനോ വരണ്ടേ. എത്ര ആള് കൊള്ളു അതില്? 4 ആള്. ആ എന്നാ ഒരാളെ കൊണ്ടാണ്. ആ അങ്ങനുണ്ട്. ഞാനും വീഡിയോ എടുക്കണേ. GTR-ലൊരു ഗ്യാപ്പ് ഇട്ടാ ജാഫിനെ കയറ്റാണ്. ആ പിന്നെ ഞാൻ എല്ലാവർക്കും കാരണം എൻ്റെ വണ്ടി എടുക്കാം. അല്ല റാലിക്കൊന്നല്ല നാളെ ആളെ കയറ്റാൻ. കണ്ടി കയറിക്കോ. എൻ്റെ ഈ വീഡിയോ എടുത്തോ. വണ്ടി ലോക്കല്ലേ നമ്മളെ വണ്ടി? വണ്ടി ലോക്കല്ലേ? ഇക്ക കയറാ. എടുക്കണോ അങ്ങനെയാണെങ്കിൽ ബാക്കി വന്ന ആൾക്കാർക്ക് കയ്യിൽ കയറാം തൽക്കാലം. അതിലാരും ഇല്ല. അനിയനെ കൊണ്ട് എടുപ്പിച്ചാൽ മതി. ആ അല്ലെങ്കിൽ നമ്മൾ പോകാനുള്ള ആളല്ലേ ഉള്ളൂ. എങ്ങനെ അതിൽ കൊണ്ടുവരാം. പോട്ടട്ടാ. ബൈ. അസ്സലാം. അങ്ങനെ സ്കൂൾക്ക് വരണ്ട കേട്ടാ ഒരു ദിവസം. അസ്സലാം ബ്രോ. അസ്സലാം. ഓക്കെ സൈഡിക്കുന്ന ആളി എൻ്റെ മക്കള്. ഓക്കെ ആയിക്കോട്ടെ.
ഓ ടൈം എത്രയായി? 4:30 നമ്മളെ വണ്ടി അൻഷുവിനോട് തമീമിനോട് എടുക്കാൻ പറഞ്ഞു. ഞാൻ കണ്ടില്ലേ പിന്നെ ഒമാനും ഇതൊക്കെ ആയതുകൊണ്ട് ഇവിടെ എന്ത് കാട്ടിയാലും ഓല് വന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ നല്ലതാണ്. അഫീഫ് പോയോ? മയക്കെ കൊണ്ട് മിൽ കുടിച്ച് അഫീഫിന്റെ ടീമല്ലത്? ഓല അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടോ? എടുക്ക ഇല്ല കറക്റ്റാ 4:30 വിടാ. ഉണ്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവാന്. കുറച്ചുകൂടി മുന്നിൽ കിട്ടോ? ആ മുന്നിൽ ആ വീടിൻ്റെ മിൽ കിട്ടുന്ന വീടിൻ്റെ അവിടെ ഉണ്ടാകലുണ്ട്. അതാണ് പൊട്ടണേ. നേരെ ഇട്ടോക്കി. എന്താ സംഭവം? ഓ സൗണ്ട് എക്സ്ട്രാവോ? ആ ഞാൻ ഇവിടെ പഠിച്ചത്. ഞാനാ നിയമനൊക്കെ ഇവിടെ എല്ലാവരും ഇവിടെ തന്നെ പഠിച്ചത്. ഇപ്പൊ ഇവിടെ പഠിപ്പിച്ചത് ഈ പൊട്ടനെ ഇവിടെ കുറച്ചുകൂടി മുന്നിൽ കൂടിയിട്ടാ നമ്മുടെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇവിടെ എവിടെ ഉണ്ടോ? ഹബീബേ നിൽക്കണ്ടോ? ഇല്ല കാണാല്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അങ്ങോട്ട് നമ്മളത് കയറില്ലല്ലോ. അങ്ങോട്ട് കയറാനില്ല. ചോദിച്ചോട്ടോ മണ്ടനെ ഇവിടെ. അതെ നടക്കും. വരിടാ വരി വണ്ടി കയറി. മുന്നേ കിടത്തല്ലേ നമുക്ക് അവിടെ തിരിക്കാം. മുന്നേ അവിടെ തിരിക്കാം. അജു നിർത്തി. എന്ത് പറയല്ലോ ഇതിനെവിടെ ഏതോ വണ്ടി വെച്ചത് നൗഫൽ ഖാന്റെ ഇതൊന്നും പിടിച്ചാ നൗഫൽക്കല്ലേ ഇച്ചൊന്നു കൂടി പിടിച്ചോ. അനുവിടെ പോ. സിതി മണ്ടറായിക്കണ്ടേ മാട്ട കഴിഞ്ഞിട്ടേ മുത്തേ സീനട്ടോ ഒച്ചേട്ട നമ്മളിത് പിടിച്ച ഏതോ വണ്ടികള് കേരളത്തിൽ നടക്കുള്ളൂ ഇങ്ങനത്തെ ഒരു ഭാഗ്യം. നിക്കണോക്ക്
നമ്മളെ വണ്ടി കേട്ടോ. ഓക്കെ, നമ്മളെ വണ്ടി കേട്ടോ. ആളില്ല. പോയിക്കോളി നിങ്ങൾ പോയിക്കോളി. അതിന്റെ അടി ഇട്ട് മിക്കവാറും. ഇതെന്ത് ബാക്കത്തുണ്ടോ? സാധനം വരാൻ പറയണ്ടോ? അവരോട് വരാൻ പറയണ്ടോ? പോലീസുകാർ പിടിച്ചില്ല. ഓലോട് തിരിക്കാൻ പറഞ്ഞാൽ മതി. തിരിക്കോ മുന്നിക്കിടാ നമുക്ക് മുന്നിക്കിടാം. അവിടെ ഒരു സൈഡാക്കാം. അഫിയ രാജു ഇറങ്ങിക്കോ. എന്നിട്ട് GTR ഓലും കൊണ്ട് കയറിക്കോ. എന്തെല്ലാം ഉണ്ട് സാറല്ലേ? അടിപൊളി. ഇന്നോട് അതിൽ കയറാൻ പറഞ്ഞു. സൗണ്ടൊക്കെ ബസ് അല്ല മൈക്കൊക്കെ അവിടെ അടുത്തുണ്ട്. കണ്ണൊക്കെ വെള്ളം കയറി. എവിടെ കയറി ചോക്കി? എവിടെ കയറുക? തിരിക്കണ്ടെന്നോ? തിരിക്കണ അവിടെ നേരെ നേരെ അങ്ങോട്ട് റോഡ് കയറി. ആ പോരെ. ഒരാൾക്ക് ഇവിടെ കയറാൻ സ്ഥലം ഉണ്ടാവോ? ഇവിടെ ഉണ്ടാവോ? പക്ഷെ അവന് കയറാൻ കഴിയോ? ചാടി കയറി കയറി. സൗണ്ട് എല്ലാരും ഓരോ വണ്ടി കയറിയാ സൗദൊക്കെ. പോരെ ഏതാ എൻട്രി ഏതാ സൗദ്? പോരെ സൗണ്ട്. ഓ ചെങ്ങയ്ക്ക് എപ്പോ പോവാ? ഏതാ വണ്ടികൾ കാണട്ടെ കേക്കട്ടെ. പോയി
സീന് ഏതാ എൻട്രി നിങ്ങളെങ്ങനെ വന്ന് ഗ്രാഫ് എടുക്കാൻ തുടങ്ങിയോ? എന്റെ പോരെ ഓലല്ലേ ഏതണ്ടിക്കാ കയറിക്കല്ലേ. ഓരോന്നിനും ഒന്നൊന്നിനും വെച്ചല്ലോ വണ്ടികള്. ബാഗൊന്ന് മുന്നിക്കാക്കട്ടെ. പെരുമായതില്ലേ ബാക്കിൽ വരുന്ന നോക്ക്, പതിഞ്ഞ് വരുന്ന വണ്ടി നോക്ക്, അങ്ങനെ എടുത്തോക്ക്. ബാക്കിലുണ്ട് അവിടെ. എല്ലാരും നോക്കണേ. ഉള്ളിൽ കാണൂല അല്ലേ? റൈറ്റ് വരുന്നുണ്ട്. ഒന്ന് സ്റ്റോപ്പ് ആയിക്കോളുന്ന. അങ്ങനെ വരുന്നേ എടുത്തോളി. ബാക്കിലേക്ക് ഓരോരോ പോയത് മുതലായിട്ടൊന്ന് പോയത് മുതലായി. 5 വണ്ടികളല്ലേ? ഏതാ സൗണ്ട്? ഒമാനിലെ ലോഡ്ജ് വേറെ ലുക്ക് മുന്നിന്ന്. വന്നാണ്ടോ? അതൊന്നാണ്ടോ ഇത് ഇങ്ങനെ എന്റെ പോലെ എത്ര ഇപ്പൊ കയറി വെച്ചിരിക്ക്. പെണ്ണൂർ സ്ട്രൈറ്റോടാ ഒന്ന് പറത്തി. പെണ്ണൂർ സ്ട്രൈറ്റാ. ഏതോ വണ്ടി പോനെ ഔഫൽക്ക പിന്നാലെ വരുന്നുണ്ട്. നീ കൂടെ പോണോ? നല്ല റോഡ് ബാക്കിൽ ഇത് ഈ റോഡ് അല്ലല്ലോ. പെരേക്ക് പോവാ? എതിർക്കല്ല പെരേക്ക് പോന്നാല്. പെരേക്കാണോ പോണെന്നറിയില്ല. കാണുന്നു എല്ലാരും കണ്ടു. എല്ലാ വണ്ടിന്റെ ബാക്കില് എന്റെ മോനെ ഇത്ര അടിപൊളി സ്കൂൾ കൊണ്ടുവരില്ലേ? സൗത്തൊക്കെ അന്തം വിട്ടുകട്. റിനാൻ അയിലാറ് അന്തം വിട്ടുകട്. സീന് എത്താനായി അല്ല കൂട്ടുള്ളി.
ചെങ്ങന്മാരെ പാവം. വീട്ടിലേക്ക് പോകേണ്ടത് ഇപ്പൊ ഓനെ എങ്ങോട്ട് വിട്ടാ വണ്ടിക്ക ഇതിനെ സീനല്ലേ? ഡോഡ്ജിൽ അവനൊക്കെ ഇല്ലല്ലേ? ആണ്. കൈ കൊണ്ടെന്ന് വെച്ചാൽ മതി. എന്താണ് ഈച്ചയുടെ എടുത്തില്ലല്ലോ? ഈച്ചയുടെയാണല്ലോ. ഐക്രോസ് ആക്കണ ബാക്കിൽ വരുന്നില്ലേ? വിട് 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 വിട്. ഏതാ സൗണ്ട്? എന്റെ മോനെ. താഴത്തേക്കൊന്നല്ല. പോണത് കറക്റ്റ് ഏറ്റവും പോലെ. ഞങ്ങൾ എന്നിട്ട് റീലൊക്കെ എടുത്ത് വെച്ചിന്. ഞാനൊന്നും നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിട്ട് കേട്ടില്ല. ലാസ്റ്റ് വന്നപ്പോഴല്ലേ നൂറനോട് ഇറങ്ങാൻ പറയും. വീട്ടിൽ പോവാ. ഈച്ചോ എനിക്ക് വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? എന്നാലും ഈ ഓൾക്ക് ലൊക്കേഷൻ പറഞ്ഞെടുക്കുന്ന ഈ റോഡിൽ കൂടെ പോയി ഇങ്ങനെ ആ റോമ ചെയ്ത് വരുന്ന ടൈപ്പ് സാധനം എടുത്ത് വെച്ചോ. ഞാൻ ഈ പമ്പിന്റെ ചോട്ടിൽ കേട്ടെ ഇടയ്ക്ക് നിങ്ങൾ പോയി വാ. അച്ഛനുണ്ടോ? എടാ എല്ലാരും കമ്പക്കാരൊക്കെ കയറിക്കോളി. ഇതിലൊക്കെ കയറി എടാ ഓരോന്നിലും കയറിക്കോളി. വലിയ പ്രശ്നമില്ല. സെറ്റല്ലേ? എങ്ങനെ കിഡിലല്ലേ? ഹാപ്പി അല്ലേ? പിന്നടാ. അപ്പൊ നമുക്ക് വേണ്ടി ഈ ഡീൽ ഏറ്റെടുത്ത് നടത്തിയ സഹകരണ സ്ഥാപനങ്ങളാണ് ബാക്കിലുള്ളത്. റീനാൻ ഇട്ട് പോയ ലൈനൊക്കെ ഓ പോയോ കഴിച്ചോ? ഈ പറഞ്ഞെടുക്കോൽക്ക് എനിക്ക് എന്താ പല പ്ലാൻ പറഞ്ഞെടുക്കേ. വീട്ടിൽ പോ ചാടി ഞാൻ ചായ ഉണ്ടാക്കാൻ. അപ്പൊ ഗൈസ് നമ്മള് ചെക്കന്മാരെയൊക്കെ ഫുൾ ഹാപ്പി ആക്കിയതിന് ശേഷം നേരെ വീട്ടിലെത്തിട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സർപ്രൈസ്? കണ്ണൊക്കെ എങ്ങനെ സർപ്രൈസ് കണ്ടിട്ട് കണ്ണ് തള്ളി പോയിട്ടോ അവന്റെ. എങ്ങനെ ഉണ്ടായിരുന്നു അൻഷു? കൂട്ടുമാരങ്ങൾ കത്തിച്ചു ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു? സീര് ഹാപ്പിയാണോ? പിന്നെ ഡബിൾ ഹാപ്പി. വരും സ്കൂളിലേക്ക് കൂട്ടാൻ വരുമെന്ന് കരുതപ്പോൾ ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ആര് പ്രതീക്ഷിച്ചു? ഓരോ അഞ്ചാൾക്കാർ 5 വണ്ടിയില്. GTR എങ്ങനെയുണ്ട്? അമ്മേ മഹം അത് നിലത്ത് തട്ടണ വണ്ടിയാണ്. നിലം തട്ടി അത് ഇങ്ങനെ പോകുമ്പോൾ മുറ്റം ഫുള്ളാണ് അടിച്ചു വരും. അത് അമ്പിന്റെ അമ്പ് ചാടിയപ്പോഴൊക്കെ അതെന്തായി നമ്മളാ ഇങ്ങനെ DP അത് പൊന്തിക്കാൻ കഴിയും റിമോട്ടുമേ. തന്നെ അങ്ങനെയാണല്ലേ? അപ്പൊ നമ്മളെ പെരേക്കൊന്ന് വാങ്ങിയാൽ അങ്ങനെ ഉണ്ടാവും. ഞാൻ കുടുങ്ങിയത്. ഞാൻ ഇവിടുന്ന് സ്ഥലം മാറണം, ഉജ്ജ് സ്ഥലം മാറണം. അമ്മച്ചിക്ക് ഇതിൽ ഏറ്റവും പറ്റിയതാ. ഇങ്ങോട്ട് വരി. എന്നാലും കൂട്ടത്തിലെ അപ്പൊ നമ്മളെ പേരിൽ ആദ്യമായിട്ടാണ് ചലഞ്ചറും ഇത് ചലഞ്ചറല്ലേ ചലഞ്ചറും GTR ഒക്കെ വരുന്നത് കേട്ടോ. ഇത് ഞങ്ങളെ സ്കൂൾക്കൊന്ന് പുറപ്പെട്ടൂടെ? അവിടെ അഫിന്റെ സ്കൂൾ തന്നെ. ഇതാണ് പ്രീമിയർ പത്മിനി. ഇത് പ്രീമിയർ പത്മിനി. പേര് പെണ്ണുങ്ങളുടെ ലുക്ക് ഒരു ആണുങ്ങളെ പോലെ ഉണ്ട്. എടപ്പനോടെ സിദിനോടെ ഇവിടെ ബാ ചാർജ് വെക്കാതെ. അപ്പൊ നമ്മളെ വീട്ടില് ഫുൾ വണ്ടി പാർക്ക് ചെയ്തിട്ടൊക്കെ കേട്ടോ.
എങ്ങനെയുണ്ട് സർപ്രൈസ്? ഹാപ്പിയാണോ? പിന്നെ ചാടിച്ചോ? ലൈനൊക്കെ കണ്ട് ഞെട്ടിയോ? ലൈനില്ലല്ലോ, ലൈനില്ല. ഇല്ല, ഓക്കെ. എന്തായാലും റീനാന് കുറെ ആൾക്കാർ അമ്പരപ്പെടുത്തി ഇങ്ങനെ അടിക്കണേ. അപ്പൊ ഇനി നമ്മളെന്താ കൊണ്ടുവരുന്നത് സ്കൂൾക്ക്? എന്താ ഇനി മസ്റ്റാങ്ക്. അഫിയ ഇനി ഹെലികോപ്റ്റർ ഉണ്ടോ ഒരു ദിവസം? എവിടെ നിർത്തിട്ട് ഹെലികോപ്റ്റർ അർഷിന്റെ ഡ്രോണാണ് എടുക്കും. ഹെലികോപ്റ്റർ കാണില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മളെ ചെക്കന്മാരാണ് കേട്ടോ. അവരാണ് നമുക്ക് വേണ്ടി ഇന്ന് വന്ന് ഫുൾ ടീം വന്ന് ബലാട്ടോ. ഇതാണ് അഫീൻ്റെ ഫേവറേറ്റ് വണ്ടിട്ടോ. ഇൻഷാല്ലാ ഇന്നെ കൊണ്ടാവും തോന്നുന്നു. അഫീഫിനോ ഈസാനോ വാങ്ങാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇച്ചുന് ഇഷ്ടാട്ടോ. നമ്മളെ വണ്ടി മാറ്റിയിട്ട് കൊടുക്കണ്ടേ? നല്ല രസമല്ലേ ചുമപ്പ് വണ്ടി കുറച്ച് കിടക്കാം അല്ലേ? ഓ നമ്മളെ വണ്ടി മേലെ അത് തായില്ലേ? നമ്മളെ വണ്ടി കിടക്കണോക്ക് താറാവിൻ്റെ മൂട് പോലെ കിടക്കുന്നുണ്ട് പാവം. രാഘവൻ്റെ CNG വണ്ടിയാ മോനെ. ഒറ്റ ഫില്ലിങ്ങിൽ 600 റുപ്യക്ക് എണ്ണ അടിച്ചാൽ 190 കിലോമീറ്റർ ഓടും. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവരോടെല്ലാവരോടും താങ്ക്സ് ഇട്ടാ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നതിനും ഇതാക്കിയാണ്. അഫീനെ ഹാപ്പി ആക്കി. ഓ ഫുള്ള് ഇതാക്കി നോക്ക്, ഫുള്ള് ഡാർക്കാക്കി നോക്ക് മോനെ. ഇത് കാണിച്ചോട്ടോ. ഇത് അപ്പോൾ ഈ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് മാത്രം ഡാർക്കാക്കി കാണിച്ചു തരും കേട്ടോ. കുറച്ചുകൂടി പോയേക്ക്. മോനെ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. ഫോൺ നനഞ്ഞേക്കണം. നാട്ടിൽ പെരുമഴ കേട്ടോ. ഇത് ചിറാപ്പുഞ്ചി മഴ ഒന്നല്ല, ഇതോ പുടുത്തം വിട്ട മഴയാണ്. ആകെ പെയ്യുന്നുണ്ട്. എന്തായാലും എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയട്ടെ റബ്ബെ. പെരും മഴ. പഠിച്ച മഴ ശമനപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. മഴ ആവശ്യത്തിന് മാത്രം തെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ പുടുത്തം വിടും. പെരും മഴ. ഇന്ന് രാവിലെ തൊട്ടുണ്ടല്ലോ ഒരു ഗ്യാപ്പ് ഈ നാട്ടിൽ വന്നിട്ടില്ല. രാവിലെ മുതൽ ഇന്ന് മോർണിംഗ് മുതൽ വൈകുന്നേരം വരെ ഈ നാട്ടിൽ മഴ വന്നിട്ടില്ലല്ലോ. പെയ്യന്നെ പെയ്യാം. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പെട്ടെന്നൊരു പ്ലാനും ഇല്ലാതെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനാണ് എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ കണ്ണൂർ എങ്ങനെ ഉണ്ടായിരുന്നു, തളിപ്പറമ്പ് എങ്ങനെയാണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ നാളത്തെ വ്ളോഗിൽ വരുന്നതാണ്. നമുക്കത് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്നുള്ളത്. അപ്പം എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 23 lakh സബ്സ്ക്രൈബേഴ്സ്ക്ക് പോവാണ്. 2-3 ദിവസം ഗ്യാപ്പ് എടുത്താണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് എല്ലായിടത്തും ഓടി നടന്ന് എത്താൻ പറ്റില്ല. കാരണം അഫി വേറൊരു വണ്ടിയിൽ എല്ലാം 2 സീറ്റ് മാത്രമുള്ള വണ്ടികളാണ്. നമുക്ക് ഐക്രോസിൽ നിന്ന് വ്ളോഗ് എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സ് വന്നു എന്നുള്ളൂ. എന്തായാലും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. 2-3 ദിവസം വ്ളോഗ് ഉണ്ടാവും, അതിൽ കാണാം. ബൈ ബൈ.